ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിപ്പ സ്ഥിരീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരുന്ന് ലഭ്യമാക്കാൻ കഴിയാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മരുന്ന് എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണം, രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തണമെന്നും വീണ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്ര ദിവസങ്ങൾ, ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആ പേഷ്യന്റിന് മരുന്ന്, റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മരുന്ന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് ചെയ്യുമെന്ന് കരുതുന്നവർ ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, രോഗപ്രതിരോധം ഉണ്ടാകണം. പരമാവധി ഇപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ടും അത് സാധിക്കാതെ, റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മെഡിസിൻ എത്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടേ കാണാൻ കഴിയുള്ളൂ. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീൺ, നിപ്പ സാഹചര്യം അത് നേരിടുന്നതിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലുമെല്ലാം പുതിയ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണോ ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതേ ആര്യ, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. പ്രധാനമായും വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് LDF സർക്കാർ എങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു വീണ ജോർജ്. അവർ പറഞ്ഞത്, ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടും കൃത്യമായിട്ടുള്ള മരുന്ന് ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. മരുന്നിന് ലഭ്യതക്കുറവുണ്ടെങ്കിൽ അത് ലഭ്യമാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ മരുന്നിന് ലഭ്യത ഉറപ്പാക്കുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഇത്തരം സ്ഥിതിഗതികൾ ഉണ്ടാകുമ്പോൾ ഒരു ടീം വർക്കാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പ്രത്യേകിച്ചും വകുപ്പിലെ ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു ടീം വർക്കിലൂടെയാണ് അത്തരം സാഹചര്യങ്ങളെ മറികടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു ടീം വർക്ക് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അവർക്ക് ഒരു തരംതാഴ്ത്തൽ നടപടി വന്നത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ ദോഷകരമായി ബാധിക്കും. ഒരു ടീം വർക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ നിപ്പ പോലുള്ള ഈ വ്യാധികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് അവർ കൃത്യമായും പറയുന്നു. ഒപ്പം തന്നെ ഈ ഡയറക്ടറെ മാറ്റിയ ഒരു സാഹചര്യം വ്യക്തമാക്കണമെന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തായിരുന്നുവെങ്കിൽ നിപ്പ സ്ഥിരീകരിച്ച ആ സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഏത് ജില്ലയിലാണെങ്കിലും ഉടൻ തന്നെ കോഴിക്കോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവർ പരോക്ഷമായി വിമർശിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനെയാണ്. കാരണം നാളെയാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോവുക എന്നാണ് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയായാലും ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കോഴിക്കോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവിടെ മീറ്റിംഗുകൾ യഥാസമയം വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന ഒരു കുറ്റം കൂടി അവർ പറയുന്നുണ്ട്. ടീം വർക്കിലൂടെ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കഴിയൂ. ഒപ്പം തന്നെ ഡയറക്ടറെ മാറ്റിയ ഒരു സാഹചര്യം അത് സർക്കാർ വ്യക്തമാക്കണം. തരംതാഴ്ത്തൽ നടപടി എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് വ്യക്തമാക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ ഒറ്റക്കെട്ടായി ഇത്തരം പ്രതിരോധ പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ ഡയറക്ടറെ സ്ഥലം മാറ്റിയതിലൂടെ മറ്റുള്ള ജീവനക്കാരുടെ മനോവീര്യത്തെ കൂടി അത് തകർക്കും. അത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടാക്കും എന്ന ഒരു കാര്യം കൂടി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. അതായത് UDF സർക്കാരിന്റെ സമീപനം ഇക്കാര്യത്തിൽ ശരിയല്ല. മരുന്ന് ലഭ്യമാക്കുന്നതിനുൾപ്പെടെ വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആര്യ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.